ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു വൈൻ മേടിക്കാൻ പോവുക. അപ്പം നിങ്ങൾ വിചാരിക്കും ആൽക്കഹോളിക്കായിട്ടുള്ള വൈനാണെന്ന് വിചാരിക്കും. എന്നാൽ അതല്ല കേട്ടോ. നമ്മുടെ ഈ നട്ട്സിൻ്റെയൊക്കെ ഷോപ്പിൽ അജ്ഫാനൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കിട്ടുന്ന ആൽക്കഹോളിക് അല്ലാത്ത ഒരു വൈൻ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. എന്താ വെച്ചാൽ 15-ാം തീയതി എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടൊരു വൈൻ ആവശ്യം ആയത്. അപ്പോൾ പിന്നെ പോയിട്ട് വൈൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ബസ്സിനാണ് പോണത്. തിരിച്ചെങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പൊട്ടുന്ന കുപ്പി വേണം എനിക്ക്. പൊട്ടുന്ന കുപ്പി ആയതുകൊണ്ട് തിരിച്ച് ഞാനെങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്ന ആരെങ്കിലും ബസ് കയറിയാൽ അവരുടെ കയ്യിൽ കൊടുത്താൽ അവർ സേഫായിട്ട് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവൻ എൻ്റെ കൂടെ ആ കുടയിട്ട് തെട്ടോളം എനിക്കൊരു കമ്പനിക്ക് പോരുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു രാത്രി എന്നും പറയണ്ട, ഒരു സന്ധ്യാസമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനാണ്. വീഡിയോൻ്റെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ കണ്ട് അത് റീക്രിയേറ്റ് ചെയ്യും പോലെ ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഒരു വൈനല്ല 2 വൈൻ മേടിക്കുന്നുണ്ട്. ഒന്ന് പാളിപ്പോയാൽ അടുത്തത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്ന് വൈൻ മേടിക്കാൻ പോകുന്ന വിശേഷങ്ങളും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഉള്ളേരി അരുണുണ്ടാവും ചുമ്മാ എന്നെ ബസ് കയറ്റി തരാൻ വേണ്ടിയിട്ട്. തിരിച്ചവൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കാറും എടുത്ത് ഉള്ളേരിക്ക് പോകാനായി പുറപ്പെട്ടപ്പോൾ പറഞ്ഞ് ഫോൺ ഉള്ളിയിരുന്ന് ഇങ്ങോട്ടാക്കി തരുമെന്ന്. അപ്പം അങ്ങനെയാണ്. ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം കേട്ടോ. അങ്ങനെ ദേ ഉള്ളിയേരിയെത്തി. എന്നെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് അരുണ് വന്ന് നിൽക്കുക കേട്ടോ. വായിലെന്താന്ന് വെച്ചാൽ 2 ആളുടെ വായിലും നെല്ലിക്ക. അവിടുന്ന് നെല്ലിക്ക മേടിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ബസ് വന്ന് നേരെ മാവൂർ റോഡിലിറങ്ങി ഓരോരോ വൈനുകൾ തപ്പി. നമ്മളെന്തൊക്കെയായിരുന്നു, ഞാനൊരു വീഡിയോ കണ്ടതാണ്. പിറന്നാളിന് ഇട്ട് കുലുക്കുമ്പം വൈനിങ്ങനെ പൊങ്ങി വരുന്നത്. അതും സ്വപ്നം കണ്ട് ഞാൻ ഇവിടുന്ന് 2 വൈനെടുത്തു കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു 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 അതാണല്ലോ. അങ്ങനെയെല്ലാം കൂടി 2 വൈൻ മേടിച്ച് ബസ്സിനാ പോകുന്നതെന്ന് കേട്ടപ്പം അവനൊന്ന് റാപ്പൊക്കെ ചെയ്ത് കവറിലൊക്കെ ഇട്ട് തരിക കേട്ടോ. കാരണം ബസ്സിന് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുമോ എന്നുള്ളത്. അങ്ങനെ അവൻ പേക്ക് ചെയ്ത് പിന്നീടാണ് ആ ഒരു നഗ്നസത്യം ഞാൻ അറിഞ്ഞത്. ഒരു വൈനിന് 499 രൂപ. അങ്ങനെ പിന്നെ അവിടെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പേരിൽ ഒരു എന്തോ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടി. 998 രൂപ ടാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ വൈനുമായിട്ട് ഞങ്ങൾ ലൊക്കേഷനിലെത്തി. അവിടെ കുത്തിരിക്കുന്നു, ഇവിടെ കുത്തിരിക്കുന്നു, ലൈറ്റ് നോക്കുന്നു, കുപ്പി കുലുക്കാൻ നോക്കുന്നു. അങ്ങനെ എല്ലാം കൂടി എല്ലാം പവനായി ശവമായി. നമ്മൾ വിചാരിച്ച വൈനല്ലടേ അത്. മറ്റേ ഇതില്ലേ കൊരയുടെ സിറപ്പ് വേക്കിൽ നിൽക്കണം. അച്ചാതി ടേസ്റ്റ്. എൻ്റെ പൊന്നാര മക്കളെ, ആരും ഇനി വൈന് വാങ്ങി കൊടിഞ്ഞി പോണ്ട.